ഡിയർ ഫ്രണ്ട്സ്, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകമാണ് ഞാൻ വായിച്ച് അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ അധ്യായം 14 ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതിന് മുന്നുള്ള അധ്യായങ്ങളെല്ലാം എൻ്റെ സിനീസ് ബുക്കിഷ് തോട്ട്സ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ശീലങ്ങൾ വളർത്താനും മോശം ശീലങ്ങൾ തകർക്കാനും എളുപ്പവും തെളിയിക്കപ്പെട്ടതുമായ മാർഗം ആണ് ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കമൻറ്റിലൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തൂ. ലൈക്ക് ചെയ്യൂ. അധ്യായം 14. നല്ല ശീലങ്ങൾ അനിവാര്യവും മോശം ശീലങ്ങൾ അസാധ്യവും ആകുന്നതെങ്ങനെ. 1830 വിക്ടർ ഹ്യൂഗോ ഒരു അസാധ്യ സമയപരിധി നേരിടുകയായിരുന്നു. 12 മാസം മുമ്പ് ഈ എഴുത്തുകാരൻ തൻ്റെ പ്രസാധകനോട് ഒരു പുതിയ പുസ്തകം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ എഴുതുന്നതിന് പകരം ആ വർഷം അദ്ദേഹം മറ്റു കാര്യങ്ങൾ ചെയ്തും അതിഥികളെ സൽക്കരിച്ചും സമയം കടന്നുപോയി. 6 മാസമായപ്പോൾ ഹ്യൂഗോ തൻ്റെ പ്രസാധകനുമായി ഒരു സമയപരിധി തീരുമാനിച്ചു. 1831 ഫെബ്രുവരിക്ക് മുമ്പ് തൻ്റെ പുസ്തകം എഴുതിത്തീരും എന്നായിരുന്നു വ്യവസ്ഥ. തൻ്റെ മടിയെ തോൽപ്പിക്കാൻ ഹ്യൂഗോ ഒരു വിചിത്രമായ പദ്ധതി രൂപപ്പെടുത്തി. തൻ്റെ ഉടുപ്പുകളെല്ലാം എടുത്ത് ഒരു വലിയ പെട്ടിയിൽ പൂട്ടാൻ തൻ്റെ സഹായിയെ ചട്ടം കെട്ടി. ഒരു വലിയ ഷോൾ അല്ലാതെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പുറത്തു പോകാൻ പറ്റുന്ന തരം ഉടുപ്പുകളില്ലാതെ അദ്ദേഹം തൻ്റെ പഠനമുറിയിൽ തന്നെ അടച്ചിരുന്നു. ആ ശൈത്യകാലത്തിൽ എഴുത്ത് പൂർത്തിയാക്കി. ഉദ്ദേശിച്ചതിലും 2 ആഴ്ച മുമ്പേ 1831 ജനുവരി 14 നോത്രദാമിലെ കൂനൻ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ചിലപ്പോൾ വിജയം നല്ല ശീലങ്ങൾ എളുപ്പമാക്കുന്നതിലൂടെയല്ല, മറിച്ച് മോശം ശീലങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നതിലൂടെയാണ് സംഭവിക്കുക. ഇത് സ്വഭാവ പരിണാമത്തിൻ്റെ 3-ാം നിയമത്തിൻ്റെ നേർവിപരീതമാണ്. ഒരു ശീലം ബുദ്ധിമുട്ടാക്കി മാറ്റുക. നിങ്ങളുടെ പദ്ധതികളിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വിക്ടർ ഹ്യൂഗോയുടെ തന്ത്രം പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇതിനെയാണ് സൈക്കോളജിസ്റ്റുകൾ കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഭാവിയിലെ പ്രവൃത്തികൾ നിയന്ത്രിക്കാനായി നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ഭാവി സ്വഭാവം നിയന്ത്രിച്ച് നല്ല ശീലങ്ങളിൽ നിങ്ങളെ പിടിച്ചു നിർത്തി മോശം ശീലങ്ങളെ നിയന്ത്രിക്കാനുള്ള മികച്ച ഒരു വഴിയാണിത്. വിക്ടർ ഹ്യൂഗോ തൻ്റെ ഉടുപ്പുകൾ പൂട്ടിവെച്ചപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ എഴുത്തിൽ ശ്രദ്ധിക്കാനായി. ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഡിവൈസാണ്. പലതരത്തിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ് നിർമ്മിക്കാം. അമിത ഭക്ഷണം ഒഴിവാക്കാൻ ഭക്ഷണ സാധനങ്ങൾ വലിയ പൊതികളിൽ വാങ്ങാതെ ഒരു തവണ കഴിക്കാനുള്ള അളവിൽ വാങ്ങുക. നിങ്ങൾക്ക് ചൂതുകളി ശീലം ഒഴിവാക്കാനായി സ്വയം ചൂതാട്ട കേന്ദ്രങ്ങളിലും ഓൺലൈൻ പോക്കർ സൈറ്റുകളിലും നിരോധിക്കാൻ ആവശ്യപ്പെടാം. ലഘുഭക്ഷണം വാങ്ങാനുള്ള ത്വര ഒഴിവാക്കാനായി പേഴ്സ് കയ്യിൽ കൊണ്ട് നടക്കാത്ത അത്ലറ്റുകളുണ്ട്. എൻ്റെ സുഹൃത്തും ഹാബിറ്റ് വിദഗ്ധനുമായ നിർ ഇയാൽ ഒരു ഔട്ട്ലെറ്റ് ടൈമർ വാങ്ങിച്ചു. ഇത് തൻ്റെ ഇൻ്റർനെറ്റ് റൗട്ടറിൻ്റെയും വൈദ്യുതി സ്രോതസ്സിൻ്റെയും ഇടയിൽ കണക്ട് ചെയ്തു. എല്ലാ ദിവസവും കൃത്യം 10 മണിയാകുമ്പോൾ ഈ ടൈമർ റൗട്ടറിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും. ഇൻ്റർനെറ്റ് ഇല്ലാതെയാകുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഉറങ്ങാൻ സമയമായി എന്ന്. നിങ്ങൾ ഒരു പ്രലോഭനത്തിൽ വീണു പോകും മുമ്പ് നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നവയാണ് ഇത്തരം കമ്മിറ്റ്മെൻറ്റ് ഡിവൈസുകൾ. കലോറി നിയന്ത്രിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭൃത്യനോട് എൻ്റെ ഭക്ഷണത്തിൻ്റെ പാതി പൊതിഞ്ഞു വയ്ക്കാൻ ആദ്യമേ പറയും. ഭക്ഷണം വന്നു കഴിഞ്ഞ് പാതി കഴിച്ചു കളയാം എന്ന് ചിന്തിച്ചാൽ ഇത് ഒരിക്കലും നടപ്പിലാകില്ല. നല്ല ശീലത്തിൽ നിന്ന് പുറത്തു കടക്കാൻ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ജോലിയിൽ ചുമതല മാറ്റുക എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് ശരീരം സംരക്ഷിക്കുക എന്ന പ്രചോദനമുള്ളപ്പോൾ ഒരു യോഗ ക്ലാസ്സിൽ ചേർന്ന് ആദ്യമേ പണം കൊടുക്കുക. നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭത്തിനെ പറ്റി ആവേശം തോന്നുമ്പോൾ നിങ്ങൾക്ക് ബഹുമാനമുള്ള ഒരു സംരംഭക വിദഗ്ധന് ഒരു ഇമെയിൽ അയച്ച് ഒരു വിദഗ്ധോപദേശ ടെലിഫോൺ സംഭാഷണം മുൻകൂട്ടി ഉറപ്പിക്കുക. കാര്യങ്ങൾ ചെയ്യേണ്ട സമയം എത്തുമ്പോൾ ആകെ ഇത് ചെയ്യാതിരിക്കാൻ കഴിയുന്നത് കൂടിക്കാഴ്ച വേണ്ടെന്ന് വെക്കുക എന്നതാണ്. നിങ്ങളുടെ സമയവും പണവും നിങ്ങൾക്ക് അതിലൂടെ നഷ്ടപ്പെടും. മോശം ശീലങ്ങൾ ബുദ്ധിമുട്ടാക്കുന്നതിലൂടെ നിങ്ങൾ ഭാവിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുകയാണ് കമ്മിറ്റ്മെൻറ്റ് ഡിവൈസുകൾ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇത് ഇനിയും മികച്ചതാക്കാൻ കഴിയും.
നമുക്ക് നല്ല ശീലങ്ങൾ ഒഴിവാക്കാനാവാത്തവയാക്കുകയും മോശം ശീലങ്ങൾ അസാധ്യമാക്കുകയും ചെയ്യാം. ഒരു ശീലം എങ്ങനെ യാന്ത്രികമാക്കാം, അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാത്ത വിധത്തിൽ. 1844 ഒഹോയോയിലാണ് ജോൺ ഹെൻറി പാറ്റേഴ്സൺ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുഴുവൻ കുടുംബ ഫാമിൽ ജോലികൾ ചെയ്തും അച്ഛൻ്റെ തടിയറുപ്പ് മില്ലിൽ ജോലികൾ ചെയ്തുമാണ് ചെലവഴിച്ചത്. ഡാർത്ത്മൗത്തിൽ കോളേജ് പഠനം പൂർത്തിയാക്കിയ ശേഷം പാറ്റേഴ്സൺ ഒഹോയോയിൽ തിരിച്ചെത്തി കൽക്കരി ഖനനം ചെയ്യുന്നവർക്കായി ചെറിയ ഒരു വിതരണ കേന്ദ്രം തുറന്നു. അതൊരു നല്ല അവസരമായിരുന്നു. വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. കടയിൽ നല്ല കച്ചവടം ഉണ്ടായിരുന്നെങ്കിലും അവർ ലാഭമുണ്ടാക്കാൻ പരിശ്രമിക്കേണ്ടി വന്നു. അപ്പോഴാണ് തൻ്റെ ജീവനക്കാർ തൻ്റെ പക്കൽ നിന്ന് മോഷ്ടിക്കുന്നുവെന്ന് പാറ്റേഴ്സൺ തിരിച്ചറിഞ്ഞത്. 1800കളിൽ ജീവനക്കാരുടെ മോഷണം ഒരു സാധാരണ പ്രശ്നമായിരുന്നു. രസീതുകൾ തുറന്ന ഒരു മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്നതുകൊണ്ട് അവ വളരെ എളുപ്പം തിരുത്താനോ എടുത്തു കളയാനോ കഴിയുമായിരുന്നു. ആളുകളുടെ പെരുമാറ്റം നിരീക്ഷിക്കാൻ ക്യാമറയോ കച്ചവടം നിരീക്ഷിക്കാൻ സോഫ്റ്റ്വെയറുകളോ ഉണ്ടായിരുന്നില്ല. ഓരോ മിനിറ്റിലും നിങ്ങളുടെ ജീവനക്കാരെ നിങ്ങൾ നിരീക്ഷിക്കുകയോ എല്ലാ ക്രയവിക്രയവും സ്വയം നടത്തുകയോ ചെയ്താലല്ലാതെ മോഷണം തടയാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ അവസ്ഥയെപ്പറ്റി വ്യസനിച്ചിരുന്ന പാറ്റേഴ്സൺ റിറ്റിസ് ഇൻകറപ്റ്റബിൾ കാഷ്യർ എന്ന ഒരു കണ്ടുപിടുത്തത്തിൻ്റെ പരസ്യം കണ്ടു. ജെയിംസ് റിറ്റി എന്നൊരാളാണ് ഇത് നിർമ്മിച്ചത്. ഓരോ ക്രയവിക്രയത്തിനും ശേഷം ഈ യന്ത്രം തനിയെ പണവും രസീതുകളും പൂട്ടി സൂക്ഷിച്ചിരുന്നു. $50 വീതം കൊടുത്ത് പാറ്റേഴ്സൺ 2 യന്ത്രങ്ങൾ വാങ്ങി. ഒറ്റ രാത്രി കൊണ്ട് അയാളുടെ കടയിൽ കളവ് അവസാനിച്ചു. അടുത്ത 6 മാസം കൊണ്ട് പാറ്റേഴ്സന്റെ സംരംഭം നഷ്ടത്തിൽ നിന്ന് $5000 ലാഭത്തിലേക്ക് ഉയർന്നു. ഇന്നത്തെ $1,00,000 വരും അത്. ഈ യന്ത്രം വല്ലാതെ ഇഷ്ടമായ പാറ്റേഴ്സൺ തൻ്റെ സംരംഭം മാറ്റി. അദ്ദേഹം റിറ്റിയുടെ യന്ത്രത്തിൽ അവകാശം വാങ്ങി നാഷണൽ ക്യാഷ് രജിസ്റ്റർ കമ്പനി ആരംഭിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിൽ 1000ഓളം ജീവനക്കാർ ഉണ്ടായിരുന്നു. അക്കാലത്തെ ഏറ്റവും വിജയകരമായ സംരംഭങ്ങളിൽ ഒന്നായി ആ സ്ഥാപനം മാറി. ഒരു മോശം ശീലം മാറ്റാനുള്ള ഏറ്റവും നല്ല വഴി അത് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കി മാറ്റുക എന്നതാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ ശ്രമിക്കുക പോലും തോന്നാത്ത രീതിയിൽ പ്രതിബന്ധങ്ങൾ വളർത്തുക. സത്യസന്ധത യാന്ത്രികമാക്കുകയാണ് ആ ക്യാഷ് രജിസ്റ്റർ ചെയ്തത്. അത് മോഷണം അസാധ്യമാക്കി മാറ്റി. ആളുകളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം അത് ആഗ്രഹിക്കുന്ന ശീലം യാന്ത്രികമാക്കി മാറ്റി. ചില പ്രവൃത്തികൾ ഒരു ക്യാഷ് രജിസ്റ്റർ സ്ഥാപിക്കുന്നത് പോലെ ദീർഘകാലത്തിൽ ഗുണം ചെയ്യുന്നതാണ്. ഒറ്റത്തവണ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ തുടക്കത്തിൽ അല്പം പരിശ്രമം വേണ്ടിവരുമെങ്കിലും കാലക്രമത്തിൽ ഉയർന്ന മൂല്യം നൽകുന്നു. വീണ്ടും വീണ്ടും ഗുണം തരുന്ന ശീലങ്ങളെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ ഞാൻ എൻ്റെ വായനക്കാരുടെ ഇത്തരം മികച്ച ശീലങ്ങളെപ്പറ്റി ഒരു സർവേ നടത്തി. ചില പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ താഴെ കൊടുക്കുന്നു. ഈ പട്ടികയിലുള്ള കാര്യങ്ങളുടെ പകുതി ചെയ്താൽ തന്നെ തങ്ങളുടെ ശീലങ്ങളെപ്പറ്റി ചിന്തിച്ചില്ലെങ്കിൽ പോലും 1 വർഷം കൊണ്ട് നിങ്ങൾ മികച്ച ഒരു ജീവിതമാകും ജീവിക്കുന്നത് എന്നുറപ്പ്. സ്വഭാവ പരിണാമത്തിൻ്റെ 3ാം നിയമം എളുപ്പമാക്കുകയാണ് ഈ നിയമങ്ങൾ ചെയ്യുന്നത്. ഇവ നിങ്ങളുടെ ഉറക്കം എളുപ്പമാക്കുകയും ആരോഗ്യമുള്ള ഭക്ഷണശീലം തരികയും കാര്യക്ഷമത ശീലിപ്പിക്കുകയും പണം സൂക്ഷിക്കാൻ സഹായിക്കുകയും മികച്ച ജീവിതം നൽകുകയും ചെയ്യും. നല്ല ശീലങ്ങൾ ഉറപ്പുവരുത്തുന്ന ചില ഒറ്റത്തവണ പ്രവൃത്തികൾ പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. പോഷകാഹാരം. നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധിയാക്കാൻ ഒരു ശുദ്ധീകരണ അരിപ്പ വയ്ക്കുക. കലോറി കുറയ്ക്കാൻ ചെറിയ പാത്രങ്ങൾ ഉപയോഗിക്കുക. സന്തോഷം. പട്ടിയെ വളർത്തുക. ആളുകൾ സൗഹൃദമായി ജീവിക്കുന്ന ഇടത്ത് താമസിക്കുക. ഉറക്കം. നല്ല കിടക്ക വാങ്ങുക. ഇരുട്ട് വരുത്തുന്ന തരം കട്ടിയുള്ള കർട്ടനുകൾ വാങ്ങുക. കിടപ്പുമുറിയിൽ നിന്ന് TV നീക്കുക. പൊതു ആരോഗ്യം. വാക്സിൻ എടുക്കുക. പുറംവേദന ഒഴിവാക്കാനായി നല്ല ഷൂസ് ധരിക്കുക. നല്ല കസേരയോ നിന്നുകൊണ്ട് ഉപയോഗിക്കാവുന്ന തരം മേശയോ ഉപയോഗിക്കുക. ഉൽപാദനക്ഷമത. ഇമെയിലുകൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രൂപ്പ് ചാറ്റ് മ്യൂട്ട് ചെയ്യുക. ഫോൺ സൈലൻറ്റിലാക്കുക. ഇൻബോക്സ് വൃത്തിയാക്കാൻ ഇമെയിൽ ഫിൽട്ടറുകൾ ഉപയോഗിക്കുക. ഫോണിൽ നിന്ന് ഗെയിമുകളും സമൂഹമാധ്യമ ആപ്പുകളും ഒഴിവാക്കുക. സാമ്പത്തികം. തനിയെ അടയുന്ന സമ്പാദ്യ പദ്ധതികളിൽ ചേരുക. ഓട്ടോമാറ്റിക് ബിൽ പേ ചെയ്യുക.
കേബിൾ സേവനം വേണ്ടെന്ന് വയ്ക്കുക. സേവനദാതാക്കന്മാരോട് നിങ്ങളുടെ ബില്ലുകൾ കുറക്കാൻ ആവശ്യപ്പെടുക. തീർച്ചയായും നല്ല ശീലങ്ങൾ യാന്ത്രികമാക്കാനും മോശം ശീലങ്ങൾ ഇല്ലാതാക്കാനും പല വഴികളുണ്ട്. സാങ്കേതിക വിദ്യയെ നിങ്ങളുടെ ജോലികൾക്ക് ഉതകുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണ് ഇതിൽ പ്രധാനം. ഒരിക്കൽ ബുദ്ധിമുട്ടായിരുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ലളിതമായി ചെയ്യാൻ സാങ്കേതിക വിദ്യ നിങ്ങളെ സഹായിക്കും. ശരിയായ പെരുമാറ്റങ്ങൾ ഉറപ്പുവരുത്താനുള്ള എളുപ്പവഴി ഇതാണ്. ശീലമായി മാറാൻ സാധ്യത കുറവുള്ള പെരുമാറ്റങ്ങളുടെ കാര്യത്തിൽ ഈ രീതി പ്രത്യേകിച്ച് ഉപകാരപ്രദമാണ്. നിങ്ങൾക്ക് മാസത്തിൽ ഒരിക്കലോ വർഷത്തിലൊരിക്കലോ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ എടുക്കുക. നിങ്ങളുടെ നിക്ഷേപ വിഭാഗം പരിശോധിക്കൽ പോലെയുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യാത്തതുകൊണ്ട് ഒരു ശീലമായി മാറിയെന്ന് വരില്ല. ഇത്തരം അവസരങ്ങളിൽ സാങ്കേതികവിദ്യ നിങ്ങൾക്ക് വേണ്ടി അത് ഓർത്തു വയ്ക്കുന്നത് ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. മറ്റുദാഹരണങ്ങൾ: മരുന്നുകൾ. തനിയെ മരുന്ന് കുറിപ്പുകൾ വീണ്ടും ചേർക്കാം. വ്യക്തിഗത സാമ്പത്തികം. തനിയെ ശമ്പളത്തിൽ നിന്ന് ഒരു ഓഹരി വിരമിക്കൽ സമ്പാദ്യമാക്കി മാറ്റിവെക്കാം. ആഹാരം. നിങ്ങളുടെ പലചരക്ക് ഷോപ്പിംഗ് ഒരു വിതരണ സ്ഥാപനത്തെ ഏൽപ്പിക്കാം. ഉൽപാദനക്ഷമത. വെബ്സൈറ്റ് ബ്ലോക്കർ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിലെ ബ്രൗസിംഗ് നിയന്ത്രിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ പലതരം കാര്യങ്ങൾ യാന്ത്രികമാക്കുമ്പോൾ നിങ്ങളുടെ സമയം യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. സാങ്കേതിക വിദ്യ നമുക്ക് ലഭ്യമാക്കി തരുന്ന സമയം അത്രയും നമ്മുടെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ ആൽഫ്രഡ് നോർത്ത് വൈറ്റ്ഹെഡ് പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് ചിന്തിക്കാതെ ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളുടെ എണ്ണമാണ് സംസ്കാരത്തിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും സാങ്കേതിക വിദ്യ നമുക്ക് എതിരായും പ്രവർത്തിക്കാം. ആളുകൾ തുടർച്ചയായി ഓരോന്ന് കണ്ടുകൊണ്ട് സമയം കളയുന്നതിൻ്റെ പ്രധാന കാരണം അത് കാണുന്നത് നിർത്തുന്നതിനേക്കാൾ എളുപ്പം കാഴ്ച തുടരുന്നതാണ് എന്നതുകൊണ്ടാണ്. ഒരു ബട്ടൺ പോലും അമർത്താതെ നെറ്റ്ഫ്ലിക്സോ യൂട്യൂബോ അടുത്ത വീഡിയോ പ്ലേ ചെയ്തു കഴിയും. ആകെ നിങ്ങൾ കണ്ണ് തുറന്നു വയ്ക്കുക മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ഏറ്റവും ചെറിയ ആഗ്രഹങ്ങളും തോന്നലുകളും വരെ സാധിക്കാൻ സാങ്കേതിക വിദ്യ കൊണ്ട് എളുപ്പം സാധിക്കും. വിശപ്പ് എന്ന് തോന്നിയാലുടൻ ഭക്ഷണം വീട്ടുമുറ്റത്തെത്തും. വിരസത ചെറുതായി തോന്നിയാൽ സമൂഹ മാധ്യമങ്ങൾ അന്തമില്ലാത്ത അവസരങ്ങൾ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയായാലുടൻ അടുത്ത തോന്നലിലേക്ക് നിങ്ങൾക്ക് അതിവേഗം സഞ്ചരിക്കാം. എന്നാൽ ഈ യാന്ത്രികത കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം നാം എളുപ്പമുള്ള ജോലിയിൽ നിന്ന് എളുപ്പമുള്ള മറ്റു ജോലികളിലേക്ക് തെന്നിപ്പോയിക്കൊണ്ടേയിരിക്കും. ബുദ്ധിമുട്ടുള്ള കൂടുതൽ പ്രധാനപ്പെട്ട ജോലികൾ ഇതിനിടെ ഒഴിവാക്കപ്പെടും. ക്ഷീണിച്ചിരിക്കുമ്പോൾ സമൂഹ മാധ്യമത്തിലേക്ക് ഞാനും നീങ്ങിപ്പോകാറുണ്ട്. ഒരു നിമിഷമെങ്കിലും വിരസത തോന്നിയാൽ ഞാൻ ഫോൺ എടുക്കും. ഇത്തരം ചെറിയ ശ്രദ്ധ മാറലുകളെ ബ്രേക്ക് എടുക്കുന്നു എന്ന് എഴുതി തള്ളാൻ എളുപ്പമാണ്. എന്നാൽ കാലക്രമത്തിൽ ഇത് ഗുരുതരമായ ഒരു പ്രശ്നമായി മാറാം. ഒരു മിനിറ്റ് കൂടി എന്ന തോന്നലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് എൻ്റെ ശ്രദ്ധ തിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഒരു ശരാശരി വ്യക്തി ഏകദേശം 2 മണിക്കൂർ ഫോണിൽ ചെലവിടുന്നു. ഒരു വർഷം അധികമായി 600 മണിക്കൂർ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഞാൻ ഈ പുസ്തകം എഴുതിയ വർഷം ഒരു പുതിയ സമയ നിയന്ത്രണ രീതി പരീക്ഷിച്ചു നോക്കി. എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ സഹായി എൻ്റെ എല്ലാ സമൂഹ മാധ്യമങ്ങളുടെയും പാസ്വേഡ് മാറ്റും. ഒരാഴ്ച മുഴുവൻ ഞാൻ മറ്റു തടസ്സങ്ങളില്ലാതെ ജോലി ചെയ്യും. വെള്ളിയാഴ്ച അവർ എൻ്റെ പുതിയ പാസ്വേഡുകൾ അയച്ചു തരും. ഒരു വാരാന്ത്യം മുഴുവൻ ഞാൻ സമൂഹ മാധ്യമങ്ങളെ ആസ്വദിക്കും. വീണ്ടും അടുത്ത തിങ്കളാഴ്ച രാവിലെ അവൾ ഇത് വീണ്ടും ചെയ്യും. നിങ്ങൾക്ക് സഹായി ഇല്ലെങ്കിൽ ഒരു സുഹൃത്തിനെയോ കുടുംബാംഗത്തെയോ ഇത് ചെയ്യാനായി നിഷ്കർഷിക്കാവുന്നതാണ്. എന്നെ അമ്പരപ്പിച്ച ഒരു പ്രധാന കാര്യം ഞാൻ അതിവേഗം ഇതിനോട് പൊരുത്തപ്പെട്ടു എന്നതാണ്. ആദ്യ ആഴ്ചയിൽ തന്നെ ഞാൻ എനിക്ക് അത്ര അധികം സമൂഹ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു. എല്ലാ ദിവസവും ഇത് നോക്കേണ്ട ആവശ്യം തീരെയില്ല. എളുപ്പമായതുകൊണ്ട് അതൊരു ശീലമായി മാറിയതാണ്. എൻ്റെ മോശം ശീലം അസാധ്യമായി മാറിയതോടെ എനിക്ക് കൂടുതൽ അർത്ഥവത്തായ ജോലികൾ ചെയ്യാനുള്ള പ്രചോദനം കൂടുതലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ സാഹചര്യത്തിൽ നിന്ന് ആ ഒരു പ്രലോഭനം നീക്കിയതോടെ എനിക്ക് മികച്ച തീരുമാനങ്ങൾ എളുപ്പത്തിൽ എടുക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികത നിങ്ങളുടെ നല്ല ശീലങ്ങളെ ഒഴിവാക്കാനാകാത്തവയാക്കി
മാറ്റുകയും നിങ്ങളുടെ മോശം ശീലങ്ങളെ അസാധ്യമാക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ കരളുറപ്പ് കൊണ്ട് ഭാവിയിലെ സ്വഭാവത്തെ നിങ്ങൾ നിർണയിക്കുകയാണ്. കമ്മിറ്റ്മെൻറ്റ് ഡിവൈസുകളും മികച്ച തീരുമാനങ്ങളും സാങ്കേതിക വിദ്യയും നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പരിസരം നിർമ്മിക്കാൻ കഴിയും. നല്ല ശീലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലമല്ല, മറിച്ച് നിങ്ങൾക്ക് ഉറപ്പിച്ചു കാണാൻ കഴിയുന്ന ഒരു ഉത്തരമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. അധ്യായ സംഗ്രഹം. സ്വഭാവ പരിണാമത്തിൻ്റെ 3-ാം നിയമം തിരിച്ചിട്ടാൽ ഒരു ശീലം ബുദ്ധിമുട്ടാക്കുക എന്ന അർത്ഥം വരും. ഭാവിയിലെ മികച്ച പെരുമാറ്റം ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ് ഉപയോഗിക്കാം. അതിന് ഏറ്റവും എളുപ്പവഴി നിങ്ങളുടെ ശീലങ്ങൾ യാന്ത്രികമാക്കുകയാണ്. നല്ല ഒരു കിടക്ക വാങ്ങുക, സ്വയമേവയുള്ള നിക്ഷേപ പദ്ധതികളിൽ ചേരുക എന്നിവ നിങ്ങളുടെ ഭാവി തീരുമാനങ്ങൾ എളുപ്പമാക്കുകയും കാലക്രമത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ നേടിത്തരികയും ചെയ്യും. സാങ്കേതിക വിദ്യ നിങ്ങളുടെ ശീലങ്ങളെ യാന്ത്രികമാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വിശ്വസനീയവും ഫലപ്രദവുമായ വഴി. താങ്ക് യു.